നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. എം വി ജയരാജനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു. തടവ് ശിക്ഷ 19 ദിവസത്തേക്ക്. ജയരാജൻ രാവിലെ 11:30 ഹൈക്കോടതിയിൽ കീഴടങ്ങി. ഹൈക്കോടതിയിലെത്തിയത് ലോട്ടറി തൊഴിലാളികളുടെ സമരമുഖത്ത് നിന്ന്. ദേശീയ ഗെയിംസ് 13 വർഷത്തിന് ശേഷം ഗുസ്തി മത്സരത്തിൽ കേരളത്തിന് മെഡൽ നേടിയത് കോട്ടയം സ്വദേശിനി അഞ്ജുമോൾ ജോസഫ്. സൗജന്യ പാസ് അനുവദിച്ചിട്ടും കാണികൾ സ്റ്റേഡിയത്തിലെത്താൻ മടിക്കുന്നു. അഴീക്കോട് ചാൽ ബീച്ചിന് സമീപം കെട്ടിടം വീണ് തൊഴിലാളി മരിച്ചു. 3 പേർ രക്ഷപ്പെട്ടു. അപകടം പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനിടെ. മരിച്ചത് തളിപ്പറമ്പ് കീഴാറ്റൂർ സ്വദേശി വാസുദേവൻ. അഴീക്കൽ തുറമുഖ വികസനത്തിന് സാധ്യതയേറി. കുടക് കാപ്പി അഴീക്കൽ നിന്നും കയറ്റി അയക്കുന്നു. കൂർഗുമായുള്ള ചരക്ക് ബന്ധം അഴീക്കൽ തുറമുഖത്ത് വികസനം വേഗത്തിലാക്കും. തുറമുഖത്ത് EDIയും വേ ബ്രിഡ്ജ് സംവിധാനവുമില്ലാത്തത് തിരിച്ചടിയാകുന്നു. വാർത്തകൾ വിശദമായി. വിവാദ ശുംഭൻ പരാമർശം. എം വി ജയരാജനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു. ഇന്ന് രാവിലെ 11:30 ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുന്നിൽ കീഴടങ്ങിയ ജയരാജനെ നടപടിക്രമങ്ങൾക്ക് ശേഷം പൂജപ്പുരയിലേക്ക് അയക്കുകയായിരുന്നു. എറണാകുളത്ത് നടന്ന ലോട്ടറി തൊഴിലാളി സമരത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ജയരാജൻ കോടതിയിലെത്തിയത്. സുപ്രീം കോടതി 4 ആഴ്ചത്തെ തടവാണ് വിധിച്ചതെങ്കിലും ജയരാജൻ 19 ദിവസത്തെ തടവ് അനുഭവിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം വന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 19 ദിവസത്തെ തടവനുഭവം ജയരാജൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുന്നിൽ കീഴടങ്ങുകയും തുടർന്ന് പൂജപ്പുര ജയിലിലേക്ക് അയക്കുകയുമായിരുന്നു. ഇതിനായി പുലർച്ചെയോടെ ജയരാജൻ കൊച്ചിയിലെത്തി. ഹൈക്കോടതിയിൽ ഹാജരാവുന്നതിന് മുമ്പ് ജയരാജൻ പാതയോരത്തെ സമരമുഖത്തെത്തി തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വാക്കുകൾക്കപ്പുറത്തെ പ്രവൃത്തിയിൽ തെളിയിച്ചു. ലോട്ടറി തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ മാർച്ചിലാണ് എം വി ജയരാജൻ പങ്കെടുത്ത് സംസാരിച്ചത്. ഇവിടെയും ലോട്ടറി പ്രശ്നങ്ങൾ പരാമർശിക്കുന്നതിനൊപ്പം തന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും യാതൊരു കുറ്റബോധമില്ലെന്നും പൗരാവകാശത്തിനായുള്ള നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും ഹൈക്കോടതിയുടെ കണ്ണുകൾ തുറക്കണമെന്നും എം വി ജയരാജൻ പ്രസംഗത്തിലൂടെ പറഞ്ഞു. കുറ്റബോധമൊന്നും എനിക്കില്ല. ഞാൻ നടത്തിയത് പൗരാവകാശത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ലോട്ടറി തൊഴിലാളികൾക്ക് ഇവിടെ പ്രകടനം നടത്താൻ കഴിഞ്ഞത്. പ്രകടനവും പാതയോര പൊതുയോഗവും നിരോധിക്കുന്നത് ജനാധിപത്യത്തിന് യോജിച്ചതല്ല. ഞങ്ങൾ അവിടെ നിന്ന് പ്രകടനമായി ഇവിടം വരെ വന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കണ്ണു തുറക്കുമെങ്കിൽ. ജയിലിലേക്കുള്ള യാത്രയിൽ നിരവധി പാർട്ടി പ്രവർത്തകർ അനുഗമിച്ചു. എന്നാൽ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ മുദ്രാവാക്യം വിളികളോ പ്രതിഷേധമോ ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും കൈയുയർത്തി അഭിവാദ്യം ചെയ്ത ശേഷമാണ് ജയരാജൻ പോലീസ് വാഹനത്തിൽ ജയിലിലേക്ക് പോയത്. 19 ദിവസത്തെ തടവിന് ശേഷം ജയരാജൻ ജയിലിൽ നിന്നിറങ്ങി നേരെ ആലപ്പുഴയിൽ CPIM സംസ്ഥാന സമ്മേളനത്തിലേക്കാണ് പോവുക. 2010 ജൂൺ 26-നാണ് ജയരാജൻ കണ്ണൂരിൽ തന്റെ വിവാദ പ്രസംഗം നടത്തുന്നത്. പാതയോരത്തെ പൊതുയോഗങ്ങൾ നിരോധിച്ച ഹൈക്കോടതി വിധിക്ക് പുല്ലിന്റെ വിലയാണെന്നും ജഡ്ജിമാർ ശുംഭന്മാരെന്നുമായിരുന്നു ജയരാജന്റെ പ്രസംഗം. കോടതി അലക്ഷ്യ കുറ്റത്തിന് കേസെടുത്ത ഹൈക്കോടതി ജയരാജന് 6 മാസത്തെ തടവ് വിധിച്ചിരുന്നു. പാതയോരത്തെ പൊതുയോഗം നിഷേധിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതി വിധിയെയും ന്യായാധിപന്മാരെയും സ്വതസിദ്ധമായ ശൈലിയിലാണ് തന്റെ പ്രസംഗത്തിലൂടെ അന്ന് എം വി ജയരാജൻ വിമർശിച്ചത്. വിധി പ്രഖ്യാപനം നടത്തിയവർ ശുംഭന്മാരാണെന്നാണ് ജയരാജൻ പ്രസംഗിച്ചത്. കോടതിയലക്ഷ്യ കുറ്റത്തിന് ഹൈക്കോടതി നേരിട്ട് കേസെടുത്തു. 6 മാസത്തെ ശിക്ഷ വിധിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവനുഭവിക്കവേ 9-ാം ദിവസം സുപ്രീം കോടതി ജാമ്യം നൽകി. കേസ് പരിഗണിക്കവേ തന്റെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു എം വി ജയരാജന്റെ മറുപടി. ഇതിനെ തുടർന്ന് 4 ആഴ്ചത്തെ തടവ് സുപ്രീം കോടതി വിധിക്കുകയായിരുന്നു. അഴീക്കോട് ചാൽ ബീച്ചിന് സമീപം കെട്ടിടം പൊളിക്കുന്നതിനിടെ തകർന്നു വീണ് തൊഴിലാളി മരിച്ചു. 3 പേർ രക്ഷപ്പെട്ടു. ഒറ്റമുറി കെട്ടിടം പൊളിക്കുന്നതിനിടെ ഉച്ചയ്ക്ക് 1 മണിയോടെ നടന്ന അപകടത്തിൽ തളിപ്പറമ്പ് സ്വദേശി വാസുദേവനാണ് മരിച്ചത്. അഴീക്കോട് ചാലിൽ പെരിയ കോവിൽ റോഡിൽ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം കൽപ്പറ്റ നാരായണന്റെ ഉടമസ്ഥതയിലുള്ള ഒറ്റമുറി കെട്ടിടം വീണാണ് തൊഴിലാളി മരിച്ചത്. പുതിയ വീട് എടുക്കുന്നതിന് വേണ്ടി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുകയായിരുന്നു. കോൺക്രീറ്റിന് മുകളിൽ നിന്നും ബീം ഇളക്കി മാറ്റുന്നതിനിടെ താഴേക്ക് പതിക്കുകയായിരുന്നു. ബീമിനടിയിൽപ്പെട്ട തളിപ്പറമ്പ് കീഴാറ്റൂർ സ്വദേശി വാസുദേവൻ തൽക്ഷണം മരിച്ചു. കൂടെയുണ്ടായിരുന്ന 3 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ് ആദ്യം നാട്ടുകാരും പിന്നീട് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. 1 മണിയോടെയായിരുന്നു സംഭവം. ഇനി ദേശീയ ഗെയിംസ് വാർത്തകൾ. ദേശീയ ഗെയിംസ് 13 വർഷത്തിന് ശേഷം ഗുസ്തിയിൽ കേരളത്തിന് മെഡൽ. കോട്ടയം സ്വദേശിനി അഞ്ജുമോൾ ജോസഫാണ് 75 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കലം നേടിയത്. 13 വർഷം മുമ്പ് മെഡൽ നേടിയ ജാസ്മിൻ ഇപ്പോൾ
അഞ്ചുമോളുടെ കോച്ചാണ്. അങ്ങനെ ഗോദയിലും മലയാളക്കര കരുത്ത് തെളിയിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യക്കാർ കുത്തകയാക്കി വെച്ചിരുന്ന ഗുസ്തിയിൽ കേരളം ഒരു വെങ്കലം നേടി. മെഡൽ വെങ്കലമെങ്കിലും സ്വർണ്ണശോഭയുണ്ടതിന്. കാരണം 13 വർഷങ്ങൾക്കിപ്പുറമാണ് മെഡൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തുന്നത്. ഇനി മെഡൽ നേടിയ താരത്തെക്കുറിച്ച് പറയാം. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശിനി അഞ്ജുമോൾ ജോസഫാണ് വനിതാ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഗോദയിൽ കരുത്തുകാട്ടിയത്. 2 പ്രത്യേകതയാണ് അഞ്ജുവിന്റെ ഈ നേട്ടത്തിനുള്ളത്. 2002 നടന്ന ദേശീയ ഗെയിംസിൽ മെഡൽ നേടിയ ജാസ്മിൻ ജോർജാണ് അഞ്ജുവിന്റെ പരിശീലക എന്നതാണ് ആദ്യത്തേത്. അതായത് ജാസ്മിനു ശേഷം ശിഷ്യ അഞ്ജു മെഡൽ നേടിയിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കേരളത്തിന് വേണ്ടി ഒരു മെഡൽ വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എൻ്റെ കോച്ച് ജാസ്മിൻ മിസ്സിന് ശേഷമാണ് മെഡൽ ഞാൻ വരുന്നത്. അതിന് വളരെ സന്തോഷമുണ്ട്. എൻ്റെ മിസ്സിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇതിനൊരു മെഡൽ വരിക ഇതിൽ എനിക്കൊരു മെഡൽ വരിക എന്നുള്ളത്. അത് സാധിക്കാൻ പറ്റിയ വളരെ സന്തോഷം. അതെ, ഈ മേഖലത്തിന് തുടർന്ന് പോകാൻ ആഗ്രഹം. എനിക്ക് റെസ്ലിംഗിലെ കോച്ചാവണമെന്ന് തന്നെയാണ് ആഗ്രഹം. മിസ്സിനെ പോലെ നല്ലൊരു കോച്ചായി മാറുക എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം. രണ്ടാമത്തേത് അഞ്ജുവിനെതിരെ മത്സരിച്ച എതിരാളികളെ കുറിച്ചാണ്. എല്ലാവരും ഇതിനു മുമ്പ് രാജ്യാന്തര തലത്തിൽ മത്സരിച്ചവർ. എന്തായാലും കേരളത്തിന്റെ ഫയൽവാന്മാരും പരിശീലകരും ആവേശത്തിലാണ്. ഗോദയിൽ കേരളം മെഡൽ നേടുമെന്ന പരിശീലകരുടെയും അഭ്യുദയകാംക്ഷികളുടെയും മോഹം പൂവണിയിച്ചിരിക്കുന്നു കോട്ടയംകാരി അഞ്ജുമോൾ ജോസ്. ഈ ആവേശത്തിൽ പങ്കുചേർന്ന് ക്യാമറാമാൻ അരുൺ കടമ്പേരിക്കും ഷജിൽ ചെമ്പിലോടിനുമൊപ്പം ചേതൻകാരായി സിറ്റി ന്യൂസ്. ദേശീയ ഗെയിംസ് കാണാനെത്തുന്നവരുടെ എണ്ണക്കുറവ് മത്സരാർത്ഥികളിലും സംഘാടകരിലും നിരാശ ജനിപ്പിച്ചു. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗുസ്തി ബാസ്കറ്റ്ബോൾ മത്സരം കാണുന്നതിന് സംഘാടകർ സൗജന്യ പാസ് അനുവദിച്ചിരിക്കെയാണ് ആളുകൾ വരാൻ മടിക്കുന്നത്. കായികമെന്ന് കേട്ടാൽ മലയാളിക്ക് പിന്നെ ഇരിപ്പുറക്കില്ല. നാട്ടിലെവിടെയെങ്കിലും ഒരു ഫുട്ബോൾ ടൂർണമെന്റോ ക്രിക്കറ്റ് മാച്ചോ ഉണ്ടെന്ന് കേട്ടാൽ ഇരുട്ടാണെങ്കിലും ഒരു ചൂട്ട സംഘടിപ്പിച്ച് ഇറങ്ങും. സച്ചിനും IM വിജയനുമെല്ലാം ദൈവങ്ങളും അഭിമാന ഗോപുരങ്ങളുമായത് ഈ ചൂട്ട വെളിച്ചത്തിന്റെ പ്രകാശം കൊണ്ടാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. എന്നാൽ മുണ്ടയാട് കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. പകുതിയിലധികം കസേരകളും ഒഴിഞ്ഞു കിടക്കുന്നു. ഗുസ്തി മത്സരം ആരംഭിച്ച് 2ാം ദിവസത്തെ കാഴ്ചയാണിത്. കേരളം മത്സരങ്ങളിൽ വലിയ ചലനം സൃഷ്ടിക്കുന്നില്ലെന്നതുകൊണ്ടാവാം ഇത്. എന്നാൽ കാണികളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനക്കുറവ് താരങ്ങളുടെ പ്രകടനത്തിന് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലാണ് ഇന്ത്യൻ ഗുസ്തിയുടെ ശ്വാസനിശ്വാസങ്ങൾ. ദക്ഷിണേന്ത്യക്കാർക്ക് പൊതുവെ ഇതിനോട് താല്പര്യം കുറവാണ്. കളി നിയമങ്ങളും സ്കോറിംഗുമൊന്നും പലർക്കും നിശ്ചയവുമില്ല. ഇതായിരിക്കണം പ്രവേശനം സൗജന്യമായിട്ടും നമ്മുടെ നാട്ടുകാരെ അകറ്റി നിർത്തുന്നത്. എന്തായാലും ഗുസ്തി അനുഭവിക്കുന്ന ഈ കാണികളുടെ കാര്യത്തിലുള്ള ദാരിദ്ര്യം അടുത്തയാഴ്ച ആരംഭിക്കുന്ന ബാസ്കറ്റ്ബോൾ മാറ്റുമെന്നാണ് സംഘാടകർ കരുതുന്നത്. ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ കലാപരിപാടികൾ ആരംഭിച്ചു. ഉദ്ഘാടനം ഒളിമ്പ്യൻ മാനുവൽ ഫെഡറിക് നിർവഹിച്ചു. കലാപരിപാടികൾ 12 വരെ തുടരും. 27 തദ്ദേശ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീ അംഗനമാർ പങ്കെടുത്ത തിരുവാതിരയോടെ ആരംഭിച്ച പരിപാടി ഒളിമ്പ്യൻ മാനുവൽ ഫെഡറിക് ഉദ്ഘാടനം ചെയ്തു. AP അബ്ദുള്ളക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. PK ശ്രീമതി MP, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ K സരള, കണ്ണൂർ നഗരസഭാ ചെയർപേഴ്സൺ രോഷിനി ഖാലിദ്, എളയാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PV തങ്കമണി, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് OK വിനീഷ്, ജില്ലാ കലക്ടർ P ബാലകിരൺ, അസിസ്റ്റന്റ് കലക്ടർ ഹരിത V കുമാർ, അഡ്വക്കേറ്റ് TO മോഹനൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ടൗൺ സ്ക്വയറിലെ വേദിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് ഗംഭീര വെടിക്കെട്ടുണ്ടായി. ഫെബ്രുവരി 12 വരെ കലാപരിപാടികൾ തുടരും. മറ്റു വാർത്തകളിലേക്ക്. സോളിഡാരിറ്റി ആദിവാസികൾക്ക് ഫണ്ട് നൽകിയെന്ന P ജയരാജന്റെ പരാമർശം രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി സിദ്ദീഖ് ഉളിയിൽ പറഞ്ഞു. മുസ്ലിങ്ങളെയും ആദിവാസികളെയും വർഗീയമായ ചേരിതിരിവിലൂടെ തമ്മിലടിക്കാനും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമാണ് CPM ശ്രമിക്കുന്നത്. സാമൂഹ്യ വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്ന സോളിഡാരിറ്റിക്ക് സ്വന്തം പ്രവർത്തനങ്ങൾക്ക് തന്നെ സാമ്പത്തികമായ ആവശ്യം ഏറെയുണ്ട്. ആദിവാസി സമരങ്ങളെ സഹായിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് സാദിഖ് ഉളിയിൽ പറഞ്ഞു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആദിവാസി സമരങ്ങളെ അവരുടെ ധാർമ്മികമായ പിന്തുണ കൊണ്ടും ഐക്യദാർഢ്യം കൊണ്ടുമാണ് ഇതുവരെ സഹായിച്ചത്. എന്ത് സോളിഡാരിറ്റി ജനകീയ സമരങ്ങളെ പിന്തുണക്കുമ്പോഴും ജനകീയമായി ഇടപെടുമ്പോഴും നിരന്തരമായി CPM ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് സോളിഡാരിറ്റിക്ക് എവിടുന്ന ഫണ്ട് വരുന്നു. സോളിഡാരിറ്റിയാണ് ഇവരെ സഹായിച്ചത്. ബഹുമാനായ CPM സെക്രട്ടറി P ജയരാജനെ സോളിഡാരിറ്റി വെല്ലുവിളിക്കുന്നു. സോളിഡാരിറ്റിക്ക് അങ്ങനെ എവിടുന്ന് ഫണ്ട് വരുന്നു എന്ന് വെളിപ്പെടുത്തണം. അദ്ദേഹം അങ്ങനെ വെളിപ്പെടുത്തണം എന്നതാണ് സോളിഡാരിറ്റിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. MV ജയരാജനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു. തടവ് ശിക്ഷ 19 ദിവസത്തേക്ക്. ജയരാജൻ രാവിലെ 11:30 ഹൈക്കോടതിയിൽ കീഴടങ്ങി. ഹൈക്കോടതിയിലെത്തിയത് ലോട്ടറി തൊഴിലാളികളുടെ സമരമുഖത്ത് നിന്ന്. ദേശീയ ഗെയിംസ് 13 വർഷത്തിന് ശേഷം ഗുസ്തി മത്സരത്തിൽ കേരളത്തിന് മെഡൽ.
മെഡൽ നേടിയത് കോട്ടയം സ്വദേശിനി അഞ്ജുമോൾ ജോസഫ്. സൗജന്യ പാസ് അനുവദിച്ചിട്ടും കാണികൾ സ്റ്റേഡിയത്തിലെത്താൻ മടിക്കുന്നു. അഴീക്കോട് ചാൽ ബീച്ചിന് സമീപം കെട്ടിടം വീണ് തൊഴിലാളി മരിച്ചു. 3 പേർ രക്ഷപ്പെട്ടു. അപകടം പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനിടെ. മരിച്ചത് തളിപ്പറമ്പ് കീഴാറ്റൂർ സ്വദേശി വാസുദേവൻ. അഴീക്കൽ തുറമുഖ വികസനത്തിന് സാധ്യതയേറി. കുടക് കാപ്പി അഴീക്കൽ നിന്നും കയറ്റി അയക്കുന്നു. കൂർഗുമായുള്ള ചരക്ക് ബന്ധം അഴീക്കൽ തുറമുഖത്ത് വികസനം വേഗത്തിലാക്കും. തുറമുഖത്ത് EDIയും വേ ബ്രിഡ്ജ് സംവിധാനവുമില്ലാത്തത് തിരിച്ചടിയാകുന്നു. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. Royal India, Thana Junction, Thana, Kannur. A unit of Mambalis since 1880. Naturals, Capital Mall, near Thana, Kannur. വാർത്തകളിലേക്ക്. കണ്ണൂരിൽ മാവോയിസ്റ്റ് സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത യുവാക്കളെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ചോദ്യം ചെയ്യും. ഇന്നലെ വൈകിട്ട് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ജനാധിപത്യ കൺവെൻഷനിൽ പങ്കെടുത്ത 2 യുവാക്കളെയാണ് ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാപ്പിനിശ്ശേരി സ്വദേശിയും SIO ജില്ലാ കമ്മിറ്റി അംഗവുമായ ഷാഹിദ് ഹമീം, കാസർഗോഡ് സ്വദേശി ഉദയ് ബാലകൃഷ്ണൻ എന്നിവരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇന്നലെ വൈകുന്നേരം കസ്റ്റഡിയിലെടുത്തത്. പോലീസ് ഇവരെ ചോദ്യം ചെയ്തുവെങ്കിലും മാവോയിസ്റ്റ് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന് ചോദ്യം ചെയ്യുന്നതിനായി ഇരുവരെയും കൈമാറുന്നത്. എഴുത്തുകാരൻ പെരുമാൾ മുരുകന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജനാധിപത്യ കൺവെൻഷൻ സംഘടിപ്പിച്ചിരുന്നു. ഇത് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇരുവരും. പാലക്കാട്, വയനാട് എന്നിവിടങ്ങളിൽ മാവോയിസ്റ്റ് ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ മാവോയിസ്റ്റ് ബന്ധം പുലർത്തുന്ന സംഘടനകളും പ്രവർത്തകരും പോലീസിന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് ലോട്ടറി ബന്ദ്. ലോട്ടറിയെ തകർക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ലോട്ടറി തൊഴിലാളി സംരക്ഷണ സമിതി ബന്ദ് ആചരിച്ചത്. പണിമുടക്കിയ ലോട്ടറി തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിലേക്കും കലക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തി. കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടന്ന മാർച്ച് KK നാരായണൻ MLA ഉദ്ഘാടനം ചെയ്തു. കാലോചിതമായ മാറ്റങ്ങൾ വരുത്താതെ സേവന നികുതി ഏർപ്പെടുത്തി പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം തകർക്കാനാണ് UDF സർക്കാരിന്റെ ശ്രമമെന്ന് KK നാരായണൻ MLA പറഞ്ഞു. ആകർഷമായ സമ്മാന വ്യവസ്ഥയില്ലെന്ന് മാത്രമല്ല, ഇതിന് ഇപ്പൊ സേവന നികുതി ഏർപ്പെടുത്തി ഇത് വിൽപ്പന നടത്തുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും അതിന്റെ വരുമാനം കേന്ദ്ര ഗവൺമെന്റ് ടാക്സായി കവർന്നെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രയാസമുള്ള ഒരു സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ജിംസ് മാത്യു അധ്യക്ഷത വഹിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കളായ താവം ബാലകൃഷ്ണൻ, പൂക്കോടൻ ചന്ദ്രൻ, K രവീന്ദ്രൻ, CP രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാഗ്യക്കുറിയെ തകർക്കുന്നതാണ് സർക്കാർ നിലപാട് എന്നാരോപിച്ചാണ് സംസ്ഥാന വ്യാപകമായി കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ലോട്ടറി ബന്ദ് നടത്തിയത്. CITU, INTUC, AITUC, KTUCM, ലോട്ടറി വ്യാപാരി സമിതി യൂണിയൻ സംയുക്തമായാണ് സമരം നടത്തിയത്. ഭാഗ്യക്കുറിയെ തകർക്കുന്നതാണ് സർക്കാർ നിലപാടെന്നാരോപിച്ചാണ് CITU, INTUC, AITUC, KTUCM, ലോട്ടറി വ്യാപാര സമിതി യൂണിയൻ എന്നീ സംഘടനകൾ സംയുക്തമായി സമരം നടത്തുന്നത്. സമ്മാനഘടന പരിഷ്കരിക്കുക, തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക തീർക്കുക, ലോട്ടറി അച്ചടിക്കാൻ ഗുണനിലവാരമുള്ള പേപ്പറും മഷിയും ഉപയോഗിക്കുക, സമ്മാനത്തുക തട്ടിയെടുക്കുന്ന മാഫിയകളെ പിടികൂടാൻ സംവിധാനമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. അഴീക്കൽ തുറമുഖത്തിന്റെ വികസനത്തിന് സാധ്യത നൽകി കുടക് കാപ്പി കയറ്റി അയക്കുന്നു. കഴിഞ്ഞ ദിവസം തുറമുഖത്ത് ചരക്കുമായി എത്തിയ കപ്പലിലാണ് 10 കണ്ടെയ്നർ കൂർഗ് കാപ്പി കയറ്റി അയക്കുന്നത്. ഇതോടെ തുറമുഖത്തിന്റെ സമഗ്ര വികസനത്തിന് വഴി തെളിയുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വർഷത്തിൽ 34,000 കണ്ടെയ്നറുകളാണ് കൂർഗ്, കുശാൽ നഗർ മേഖലകളിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഇതിന്റെ സാധ്യത മുന്നിൽ കണ്ട് കയറ്റുമതി വ്യവസായികളും തുറമുഖ വകുപ്പ് അധികൃതരും നിരന്തരമായി നടത്തിയ ശ്രമങ്ങളെ തുടർന്നാണ് കൂർഗ്, കുടക് മേഖലകളിൽ നിന്നുള്ള വ്യവസായികൾ അഴീക്കലിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ചത്. നിലവിൽ കൊച്ചി, മംഗളൂരു തുറമുഖങ്ങളിൽ നിന്നാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. വ്യാവസായിക പ്രമുഖൻ PK മായൻ മുഹമ്മദിന്റെ ഇടപെടലാണ് കുടക് കാപ്പി കണ്ടെയ്നറുകൾ അഴീക്കൽ വഴി ലഭ്യമാക്കാൻ സാധ്യത തെളിഞ്ഞത്. കസ്റ്റംസിന്റെ സ്റ്റാറ്റസ് ഹോൾഡിംഗ് പട്ടികയിൽപ്പെട്ട കമ്പനികളാണ് ആദ്യഘട്ടത്തിൽ സന്നദ്ധത അറിയിച്ചത്. കർണാടകയിൽ നിന്നുള്ള കൂടുതൽ കയറ്റുമതി വ്യവസായികൾ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ദൂരക്കുറവാണ് അഴീക്കലിലേക്ക് വ്യവസായികളെ ആകർഷിക്കുന്നത്. അഴീക്കലിൽ EDI യാഥാർത്ഥ്യമാകുന്നതോടെ മറ്റ് തുറമുഖങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ ലാഭകരമാകും. കഴിഞ്ഞ ദിവസം എത്തിയ കപ്പലിൽ 14 കണ്ടെയ്നർ വിനീർ, 1 കണ്ടെയ്നർ മാർബിൾ എന്നിവയാണ് എത്തിയത്.
എല്ലാ പ്രാവശ്യം ഇവിടുത്തെ നമ്മുടെ ലോക്കൽ വലിയ വലിയ പ്ലൈവുഡ്സ് നിർമ്മിക്കുന്ന മെറ്റീരിയൽ സപ്ലയർ ലൈക്ക് കോർ മറ്റേ പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഈ പ്രാവശ്യം നമുക്ക് കൂർഗിൽ നിന്ന് കോഫിയുടെ ഇത് കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം നമുക്ക് അവിടെ നിന്ന് വന്ന സാധനം ഫുൾ ഇങ്ങോട്ട് ഇറക്കിയിട്ട് പിന്നെ ഫുൾ സാധനം കമ്പനിയിൽ സ്റ്റഫ് ചെയ്തിട്ട് വീണ്ടും കയറ്റിയിട്ട് വീണ്ടും കൊച്ചിയിലേക്ക് പോകും. വീണ്ടും നെക്സ്റ്റ് വീക്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഷിപ്പ് ഇങ്ങോട്ട് വരുന്നത്. കാപ്പി കണ്ടെയ്നറുകൾക്കൊപ്പം വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡിന്റെ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ 10 കണ്ടെയ്നറുകളുമായാണ് മടക്കയാത്ര തിരിക്കുക. അഴീക്കൽ ശ്രീ പാമ്പാടി ആലിങ്കീഴിൽ ക്ഷേത്രോത്സവത്തിലെ ഐത്താചരണത്തെക്കുറിച്ച് ക്ഷേത്ര കമ്മിറ്റിയിൽ പങ്കാളികളായ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് ആദിവാസി ദളിത് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഐത്തത്തിനെതിരെ ഉത്സവ ദിനങ്ങളിൽ പട്ടിക ജനസമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നിരാഹാര സമരവും 7-ന് ദളിതരുടെ സ്വാഭിമാൻ റാലിയും നടക്കുമെന്ന് എം ഗീതാനന്ദൻ അറിയിച്ചു. അഴീക്കൽ പാമ്പാടിയാൽ ക്ഷേത്രോത്സവത്തിൽ തിരുവായുധം എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് പുലിയ സമുദായ വീടുകളോട് ഐത്തം കാട്ടുന്നതിനെതിരെ കേരള സ്റ്റേറ്റ് പട്ടിക ജനസമാജം സമരം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പുലിയ സമുദായക്കാർ ജാതീയ ആക്രമണത്തിന്റെയും ഭീഷണിയുടെയും ഭീകരാന്തരീക്ഷം നേരിടുകയാണ്. ജാതീയ അനാചാരത്തിനെതിരെ ഫെബ്രുവരി 4 മുതൽ 7 വരെയുള്ള ഉത്സവവേളകളിൽ പട്ടിക ജനസമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നിരാഹാര സമരവും 7-ന് ദളിതരുടെ സ്വാഭിമാന റാലിയും നടക്കും. അനാചാരമായി നിങ്ങൾ പറയുന്നത് തിരുവായുധം എഴുന്നള്ളിപ്പുമായി വീടുകളിലേക്ക് വരുന്ന കോമരം പുലയരുടെ വീട്ടിലേക്ക് കയറിയാൽ ക്ഷേത്ര കമ്മിറ്റിക്കാർ പറയുന്നത് പിടിച്ചു വലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പുലയരുടെ വീടാണ് കയറ് എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. ഇത് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കൊച്ചുകുട്ടികളുടെ മുമ്പിൽ ഒരു ജാതീയമായ വിവേചനം അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. ക്ഷേത്ര പരിസരത്ത് 400ഓളം പുലിയ സമുദായ കുടുംബങ്ങൾ താമസമുണ്ട്. ക്ഷേത്രോത്സവത്തിൽ സാമ്പത്തിക കാര്യത്തിലടക്കം വിശ്വാസികളായ പുലിയ സമുദായക്കാർ സജീവ പങ്കാളികളാണ്. ഈ സമുദായത്തിനെ ഒന്നടങ്കം പരസ്യമായി അപമാനിക്കുകയും മാനസികമായി വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന അനാചാരം അവസാനിപ്പിക്കണം. പാമ്പാടിയാൽ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ഉൾപ്പെടുന്ന ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണെങ്കിലും പരമ്പരാഗതമായ ഐത്താചരണം വാശിയോടെ തുടരുന്നത് വിരോധാഭാസമാണ്. പ്രശ്നത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ ശക്തികൾ നിലപാട് വ്യക്തമാക്കണം. രാഷ്ട്രീയ പാർട്ടികൾ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കണമെന്നും ആദിവാസി ദലിത് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. അഴീക്കൽ ശ്രീ പാമ്പാടി ആലിങ്കീഴിൽ ക്ഷേത്രം തിറ മഹോത്സവത്തിന് മറ്റന്നാൾ തുടക്കമാവും. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കലവറ നിറക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. പുതിയ ഭണ്ഡാരത്തിന്റെ സമർപ്പണം അമൃതാനന്ദമയി മഠം സ്വാമിജി അമൃത കൃപാനന്ദപുരി നിർവഹിച്ചു. നാഗാരാധനയ്ക്കും നാഗദോഷ പരിഹാരത്തിനും സന്താന സൗഭാഗ്യത്തിനും പുകഴ്പെറ്റ അഴീക്കൽ പാമ്പാടി ആലിൻകീഴിൽ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം മറ്റന്നാൾ ആരംഭിക്കും. ആഘോഷത്തിന് മുന്നോടിയായുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര ഭക്ത്യാദരപൂർവ്വം നടന്നു. വൈകിട്ടും വാദ്യകലാസംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള പാഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെയാണ് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നത്. ദീപാരാധന, വിശേഷാൽ പൂജ, സമൂഹ സദ്യ, ഗാനമേള തുടങ്ങിയവ തുടർ ദിവസങ്ങളിൽ നടക്കും. ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി C ഷാജുവാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. P പ്രഭാകരൻ, P തിലകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യത്തിന് വേണ്ടി അനിശ്ചിതകാല പണിമുടക്ക് നടത്തിയ യൂണിയൻ ഇന്ന് തൊഴിലാളികൾ ജോലി ചെയ്തതിന് കൂലി കൊടുക്കാത്തപ്പോൾ നോക്കി നിന്ന് ഒരു പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് KSRTC എത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം? ഇന്ന് ട്രാൻസ്പോർട്ടിലെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായ പ്രക്ഷോഭം നടത്താതെ ഈ അംഗീകൃത യൂണിയൻ എന്തുകൊണ്ടാണ് കാഴ്ചക്കാരാൻ നിൽക്കുന്നത്? ഭരണകക്ഷി യൂണിയൻ നമുക്ക് മനസ്സിലാക്കാം. ഭരണത്തെ താങ്ങിക്കൊടുക്കുന്ന INTUCയുടെ ഈ അനങ്ങാപ്പുറം നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പ്രതിപക്ഷത്തിരിക്കുന്ന അംഗീകൃത യൂണിയൻ എന്താണ് കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്നത്? KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് KSRTEA CATU പ്രതിഷേധ പ്രകടനം നടത്തി. KSRTEA സംസ്ഥാന സെക്രട്ടറി V മനോജ് കുമാർ, P രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകടനത്തിനിടെ കടന്നുവന്ന വർക്ക്ഷോപ്പ് വാഹനത്തെ ജീവനക്കാർ തടഞ്ഞു. കയർ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കയർ തൊഴിലാളി യൂണിയൻ CATU കയർ പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ MLA M പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കയർ വ്യവസായ മേഖലയെ സംരക്ഷിക്കുക, ആശ്വാസ പെൻഷൻ നൽകുക, കയർ തൊഴിലാളി പെൻഷൻ 1000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. കയർ മേഖലയിലെ യന്ത്രവൽക്കരണത്തിനെതിരെ LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ നിലച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് ന്യായമായ കൂലിയും തൊഴിലും നൽകാൻ സർക്കാർ തയ്യാറാവണമെന്ന് M പ്രകാശൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ്
കൈത്തറി മേഖലകൾക്ക് റിബേറ്റ് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ആ റിബേറ്റ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാൻ തീരുമാനിച്ച കാലമായിരുന്നു LDF ഗവൺമെന്റിന്റെ കാലം. ശ്രദ്ധിക്കണം. അങ്ങനെ കൈത്തറിക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരുപാട് നടപടികൾ LDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ചതായിട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാം. കോട്ടയിൽ ബാബു, A. സുരേന്ദ്രൻ, M. കുഞ്ഞമ്പു, സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ലോക തണ്ണീർത്തട ദിനം. കേരള വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണോത്തുംചാൽ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഹാളിൽ നടന്ന തണ്ണീർത്തട ദിനാചരണം AP അബ്ദുള്ളക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ വീട് നിർമ്മാണമാണ് തണ്ണീർത്തടങ്ങൾ നശിക്കാൻ കാരണം. എല്ലാവർക്കും ഭൂമി എന്ന സന്ദേശം പോലും ഭൂമിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് AP അബ്ദുള്ളക്കുട്ടി MLA പറഞ്ഞു. ഇപ്പൊ കണ്ണൂർ നഗരത്തിൽ 50 സെന്റ് സ്ഥലത്ത് വലിയ ബംഗ്ലാവിൽ താമസിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒന്നും രണ്ടെന്നല്ല. നിങ്ങള് വികസിത രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ 50 സെന്റ് സ്ഥലത്ത് ഒരു കുടുംബമല്ല താമസിക്കുക, 500 കുടുംബം താമസിക്കും. 50 ഏക്കർ സ്ഥലത്ത് ഹോങ്കോങ്ങിൽ 40 നിലയുള്ള കെട്ടിടം. സാം പെട്രോടെ പറഞ്ഞതുപോലെ ആ രാജ്യം വികസിച്ചത് ആകാശത്തേക്കാണ്, വെർട്ടിക്കലായിട്ടാണ് വളർന്നത്. അപ്പൊ 50 സെന്റ് സ്ഥലത്ത് 500 കുടുംബത്തെ താമസിക്കാൻ പറ്റുന്ന ഒരു റെസിഡൻഷ്യൽ നിയമം പല വികസിത രാജ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. വിവിധ വിദ്യാലയങ്ങളിലെ ഫോറസ്ട്രി ക്ലബിലെ വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു. ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ D.J. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രോഷ്നി ഖാലിദ് മുഖ്യാതിഥിയായി. P. ബിജു, CV രാജൻ, PV മധുസൂദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊളച്ചേരി പഞ്ചായത്തിലെ നിർധന കുടുംബത്തിന്റെ വീട് അറ്റകുറ്റപ്പണി നടത്തി കലാസാംസ്കാരിക പ്രവർത്തകർ മാതൃകയായി. കമ്പിൽ പാട്ടയത്തെ K. രമാവതിയുടെ കുടുംബത്തിനാണ് സംഘമിത്ര കലാവേദി സഹായഹസ്തവുമായി എത്തിയത്. രമാവതിയും സഹോദരനും അടങ്ങുന്ന 4 കുടുംബത്തിന്റെ ദൈന്യത വൈകിയാണ് നാട്ടുകാർ അറിയുന്നത്. വീടിന്റെ പട്ടികകൾ ദ്രവിച്ച് ഏതു നിമിഷവും തകരാനിരിക്കുന്ന വീടിന്റെ അകത്തളത്തിൽ ഇവർ ഭീതിയോടെ കഴിയുകയായിരുന്നു. സഹായത്തിനായി ഗ്രാമസഭയിലടക്കം ഇവർ മുട്ടിനോക്കി. ആരും ഇവരുടെ വിളി കേട്ടില്ല എന്ന് രമാവതി പറയുന്നു. പഞ്ചായത്ത് പറ്റി വീടിന്റെ സംഖ്യയൊന്നുമില്ല. എല്ലാം വേറെ ഇലക്ട്രിക്കിന്റെ കോഴി, ആട്, പൂച്ച, കായ് എന്നല്ലാണ്ട് ഒരു വീട്ടിന്റെ സംഗതിയെ പറയുന്നില്ല അവർ. പിന്നെ അതുകൊണ്ട് കേട്ട് ഇങ്ങോട്ട് വരാന്നല്ലാണ്ട് യാതൊന്നും നിവർത്തിയില്ലല്ലോ. ഗ്രാമസഭയെ കൊടുത്തിട്ടോ? ഗ്രാമസഭയിലെ കൊടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യം പോയിട്ടും ഗ്രാമസഭ കുറേ പ്രാവശ്യം പോയി. ഗ്രാമസഭയിലെ കുറേ പ്രാവശ്യം പോയത് 2 വർഷം പോയി. ഒടുവിൽ കമ്പിൽ സംഘമിത്ര കലാസാംസ്കാരിക വേദി പ്രവർത്തകർ ഇവരെ സഹായിക്കാനെത്തി. വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് നേരിട്ട് ഇറങ്ങി. സെക്രട്ടറി M. ശ്രീധരൻ പറയുന്നു. വളരെ പരിതാപകരമായ കുടുംബത്തിൻ്റെ അവസ്ഥ. കല്യാണം കഴിയാതെ 2 സ്ത്രീകൾ, രോഗിയായ ഒരു സഹോദരൻ, അവരുടെ മകൻ എന്നടങ്ങുന്ന ഒരു കുടുംബമാണുള്ളത്. ഒരു 5 സെൻറ്റ് സ്ഥലത്താണ് കൃത്യമായി നടന്നു പോകാൻ വഴി പോലും ഇല്ലാതെ ആ വീട്ടിലവർ താമസിക്കുന്നത്. അവർ വിലക്കെടുത്ത ഒരു വീടാണ്. അതിൻ്റെ ജീർണാവസ്ഥ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ വാർഡ് ഗ്രാമസഭയിലടക്കം നിരന്തരമായി അവർ ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്ത് ആ വീട് പുതുക്കി പണിയുന്നതിനോ റിപ്പയർ പ്രവർത്തിക്കോ അല്ലെങ്കിൽ പുതിയ വീടെടുക്കാനോ ഫണ്ട് കൊടുക്കാൻ വേണ്ടി ഗ്രാമസഭ മുഖാന്തരം തീരുമാനമായി വന്നില്ല. ഇവരെ നേരിട്ട് കൂട്ടി പഞ്ചായത്ത് ഭാരവാഹികൾ ഉത്തരവാദപ്പെട്ട ആളുടെ മുമ്പിൽ സംഗമ നേതൃത്വം തന്നെ പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ 1-2 കഴിഞ്ഞ ഓണത്തിനും വിഷുവിനും ഒക്കെ സംഗമ നേതൃത്വത്തിൽ റിലീഫ് പ്രവർത്തന ഭാഗം ഇവർക്ക് മറ്റു സഹായങ്ങൾ സംഗമത്തിന് നൽകിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണി നടത്തിയ വീട്ടിൽ ഇനി രമാവതിക്ക് സുഖമായി കിടന്നുറങ്ങാം. സഹായങ്ങൾ വാരിക്കോരി നൽകുന്ന നമ്മുടെ നാട്ടിൽ ഇവർക്ക് സഹായം നൽകുന്നതിന് എന്തായിരുന്നു തടസ്സമെന്ന് അറിയാൻ നാട്ടുകാർക്കും താൽപ്പര്യമുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയതായി ആശുപത്രി ഭാരവാഹികൾ അറിയിച്ചു. മയിൽ സ്വദേശിയും ചെത്തുതൊഴിലാളിയുമായ പ്രേമരാജനാണ് കരൾ മാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. മയിൽ സ്വദേശിയും ചെത്തുതൊഴിലാളിയുമായ കണ്ടത്തിൽ പ്രേമരാജനാണ് ജനുവരി 21-ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് 10 മണിക്കൂർ സമയമെടുത്തു. 10 ദിവസത്തിനു ശേഷം രോഗി പൂർണ്ണ ആരോഗ്യവാനായി സുഖം പ്രാപിച്ചു വരുന്നതായി മെഡിക്കൽ കോളേജ് ചെയർമാൻ M. വി. ജയരാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരളത്തിന് വളരെ അഭിമാനകരമായ വിധത്തിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പരിയാരം മെഡിക്കൽ കോളേജിൽ വിജയകരമായി നടത്തിയിരിക്കുകയാണ്. 21-ാം തീയതിയായിരുന്നു, ജനുവരി 21-ാം തീയതി രാത്രി 12 മണിക്ക് ആരംഭിച്ച് 10 മണിക്കൂർ നേരം നീണ്ട അതീവ സങ്കീർണമായ വൈദഗ്ധ്യം ഒട്ടേറെ വേണ്ടിവരുന്ന കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് അവിടെ വെച്ച് നടത്തിയത്. മയ്യിൽ സ്വദേശിയായ ചെത്തുതൊഴിലാളി പ്രേമരാജൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അവിടെ വെച്ച് വിജയകരമായി നടത്തിയത്. 10 ദിവസം കഴിഞ്ഞാലാണ് രോഗിയുടെ 10 ദിവസത്തെ മെഡിക്കൽ അനാലിസിസ് കൂടി പരിശോധിച്ചിട്ടാണ്, പുരോഗതി കൂടി പരിശോധിച്ചിട്ടാണ് സാധാരണഗതിയിൽ ജനങ്ങളെ അറിയിക്കുക. അതുകൊണ്ടാണ് 10 ദിവസം എടുത്തത്.
10 വർഷം മുമ്പാണ് പ്രേമരാജന് കരൾ രോഗം ബാധിച്ചത്. 6 മാസം മുമ്പ് രോഗം മൂർച്ഛിച്ചു. ഈ സമയത്താണ് പരിയാരം മെഡിക്കൽ കോളേജിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അനുമതി ലഭിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ പ്രേമരാജന് 2 മാസമെങ്കിലും പൂർണ്ണ വിശ്രമം വേണ്ടിവരും. കേരളത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ മാത്രം നടക്കുന്ന ശസ്ത്രക്രിയ സ്വകാര്യേതര ആശുപത്രിയിൽ ആദ്യമായാണ് നടക്കുന്നത്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഈ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള സൗകര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് സർക്കാർ ഗ്രാന്റ് നൽകുകയാണെങ്കിൽ ചുരുങ്ങിയ തുകയ്ക്ക് സാധാരണക്കാരന് പോലും ശസ്ത്രക്രിയ നടത്തി ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ജയരാജൻ പറഞ്ഞു. അയൽ സംസ്ഥാന തൊഴിലാളികൾ കണ്ണൂരിൽ വിശ്വകർമ്മ ജയന്തി ആഘോഷിച്ചു. രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ പുതിയ തെരുവിൽ സംഗമിച്ചാണ് വിശ്വകർമ്മ ജയന്തി കൊണ്ടാടിയത്. വിശേഷപ്പെട്ട ആഘോഷം കഴിഞ്ഞിട്ട് മാത്രമേ ഗുജറാത്തികൾക്കും രാജസ്ഥാൻകാർക്കും മറ്റ് കാര്യങ്ങളുള്ളൂ. വിശ്വകർമ്മ ജയന്തിയും ഇവർക്ക് പ്രിയപ്പെട്ടതാണ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ളവർ പുതിയ തെരു ആശാരി കമ്പനിയിലെ വീട്ടിലാണ് സംഗമിച്ചത്. आरती ज्योति जलैया की विश्वधर विश्व रचैया की प्रभु तुम हो अंतर्यामी पार ब्रह्म परमेश्वर स्वामी. രാജസ്ഥാനിലും ഗുജറാത്തിലും ആസാമിലും എന്ത് വിശേഷമുണ്ടെങ്കിലും ജോലി പോലും മാറ്റിവെച്ച് ഇവർ ആഘോഷിക്കും. विश्वकर्मा जयंती बड़े हर्षोल्लास से हर साल मनाते रहते हैं. यह विश्वकर्मा जयंती का पर्व हम पूरे जितने भी मार्बल का काम करने वाले हैं, कासरगोड है, कालीकट है, सभी जगह के आदमी एकत्रित होकर और एक जगह पे हर साल पुदेरू में विश्वकर्मा जयंती बड़े हर्षोल्लास से मनाते हैं. വിശ്വകർമ്മ ജയന്തിയുടെ ഭാഗമായി ഭജന ആരതി, വിശേഷാൽ പൂജകൾ, പ്രസാദ സദ്യ എന്നിവയും നടന്നു. ജീവിക്കാനുള്ള അവകാശത്തിനായി ചിത്രലേഖ കണ്ണൂർ കളക്ടറേറ്റ് പടിക്കൽ നടത്തുന്ന സമരം 101 ദിവസം പിന്നിട്ടു. സമരം ഒത്തുതീർപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് അംബേദ്കർ ജനപരിഷത്ത് ധർണ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വെങ്ങേരി ഉദ്ഘാടനം ചെയ്തു. CPM സമൂഹത്തോട് കാണിക്കുന്ന നെറികേടിന് ഉദാഹരണമാണ് ചിത്രലേഖ. പട്ടികജാതി സമൂഹത്തിന് അപമാനമായിട്ടാണ് വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ പ്രവർത്തിക്കുന്നത് എന്ന് രാമദാസ് വേങ്ങേരി പറഞ്ഞു. നമുക്കറിയാം, കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി അനിൽകുമാർ, അദ്ദേഹത്തിന് പട്ടികജാതി വകുപ്പ് മന്ത്രി എന്ന് പറയാൻ കുറവുള്ള വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഏത് പ്രോഗ്രാമിലും പിന്നോക്ക ടൂറിസം വകുപ്പ് മന്ത്രി എന്നല്ലാതെ കണ്ടിട്ട് പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി എന്ന് ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അത്രക്കും പട്ടികജാതി സമൂഹത്തിന് അപമാനമായിരിക്കുന്ന ഒരു മന്ത്രിയാണ് കേരളത്തിലെ അനിൽകുമാർ ഞങ്ങൾ പറയുന്നു. ചിത്രലേഖയുടെ സമരം 101 ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് അംബേദ്കർ ജനപരിഷത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കുഞ്ഞമ്പു കല്യാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സുനിൽ കല്ലക്കുടിയൻ, സനീഷ് കുമാർ പി, VD ബിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. വളപട്ടണത്തിന് ഇനി കാൽപന്ത് കളിയുടെ ആരംഭം. വളപട്ടണം കുഞ്ഞിമായൻ ഹാജി സ്വർണ്ണക്കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഇന്നലെ ആരംഭിച്ച ടൂർണമെന്റ് PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. വളപട്ടണത്ത് കാൽപന്ത് കളിയുടെ ആരവമുയർന്നു. ബാൻഡ് വാദ്യം, ശിങ്കാരിമേളം, ബലൂൺ ഡോൾ ഡാൻസ് എന്നിവയുടെ അകമ്പടിയോടെയാണ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കം കുറിച്ചത്. വളപട്ടണം പഞ്ചായത്ത് പ്രസിഡന്റ് M അബ്ദുറഹിമാന്റെ അധ്യക്ഷതയിൽ PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. വളരെ സൗഹൃദത്തിന്റെ ഒരു മത്സരം നമുക്ക് ഈ ടൂർണമെന്റിൽ കാണാം. മറ്റ് പല കളികളിൽ നിന്നും വ്യത്യസ്തമായി ഫുട്ബോൾ എന്ന് പറയുന്നത്, ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ വളരെ വലിയ ആവേശം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഒരു പ്രദേശത്തിന്റെ ആകെ ജനങ്ങൾക്കിടയിൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ, ഒന്നിച്ച് കുറെ സമയം ഇരിക്കാൻ, ആസ്വദിക്കാൻ വക നൽകുന്ന ഒരു ടൂർണമെന്റാണ് ഫുട്ബോൾ ടൂർണമെന്റ്. KSFA സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ പതാക ഉയർത്തി. VP വമ്പൻ, M പ്രകാശൻ, PK മായൻ മുഹമ്മദ്, ഹസൻ ആർക്കാട്, എളയെടുത്ത് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം പെൻസിൽ ഡ്രോയിങ്ങിൽ 1ാം സ്ഥാനം നേടിയ മുഹമ്മദ് ഷാഹിൽ, ശാസ്ത്രോത്സവത്തിൽ മികവ് തെളിയിച്ച ബിലാൽ ഹുസൈൻ, മുഹമ്മദ് നിഹാദ് എന്നിവരെ ആദരിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. പ്രധാന കവാടത്തിലെ നിലവിലുള്ള ടിക്കറ്റ് കൗണ്ടറാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. കൊമേഴ്സ്യൽ മാനേജർ CA ധനഞ്ജയൻ, DRDM ആനന്ദ് പ്രകാശ്, റെയിൽവേ സ്റ്റേഷൻ മാനേജർ MK ശൈലേന്ദ്രൻ, PV സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരു കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിന്റെയും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ദ്വിദിന സെമിനാർ സംഘടിപ്പിക്കുന്നു. 4, 5 തീയതികളിൽ SN കോളേജിൽ നടക്കുന്ന സെമിനാർ ഡോക്ടർ മുഹമ്മദ് ഹത ഉദ്ഘാടനം ചെയ്യും. ഡിഗ്രി തലത്തിലുള്ള ജീവശാസ്ത്ര വിദ്യാർത്ഥികളിൽ ഗവേഷണ അഭിരുചി വളർത്തിയെടുക്കുക എന്നതാണ് സെമിനാറിന്റെ ഉദ്ദേശമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
അതുപോലെ മുന്നേ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ മുഹമ്മദ് ഹദർ, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി മറൈൻ മൈക്രോബയോളജി വിഭാഗം മേധാവിയാണ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം പവന് 80 രൂപ കുറഞ്ഞു. ഗ്രാമിന് 2630 രൂപ, പവന് 21,040 രൂപ. വെള്ളി ഗ്രാമിന് 43 രൂപ, 10 ഗ്രാമിന് 430 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. MV ജയരാജനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു. തടവ് ശിക്ഷ 19 ദിവസത്തേക്ക്. ജയരാജൻ രാവിലെ 11:30 ഹൈക്കോടതിയിൽ കീഴടങ്ങി. ഹൈക്കോടതിയിലെത്തിയത് ലോട്ടറി തൊഴിലാളികളുടെ സമരമുഖത്ത് നിന്ന്. ദേശീയ ഗെയിംസ് 13 വർഷത്തിന് ശേഷം ഗുസ്തി മത്സരത്തിൽ കേരളത്തിന് മെഡൽ നേടിയത് കോട്ടയം സ്വദേശിനി അഞ്ജുമോൾ ജോസഫ്. സൗജന്യ പാസ് അനുവദിച്ചിട്ടും കാണികൾ സ്റ്റേഡിയത്തിലെത്താൻ മടിക്കുന്നു. അഴീക്കോട് ചാൽ ബീച്ചിന് സമീപം കെട്ടിടം വീണ് തൊഴിലാളി മരിച്ചു. 3 പേർ രക്ഷപ്പെട്ടു. അപകടം പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനിടെ. മരിച്ചത് തളിപ്പറമ്പ് കീഴാറ്റൂർ സ്വദേശി വാസുദേവൻ. അഴീക്കൽ തുറമുഖ വികസനത്തിന് സാധ്യതയേറി. കുടക് കാപ്പി അഴീക്കൽ നിന്നും കയറ്റി അയക്കുന്നു. കൂർഗുമായുള്ള ചരക്ക് ബന്ധം അഴീക്കൽ തുറമുഖത്ത് വികസനം വേഗത്തിലാക്കും. തുറമുഖത്ത് EDIയും വേ ബ്രിഡ്ജ് സംവിധാനവും ഇല്ലാത്തത് തിരിച്ചടിയാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.